തിരുവനന്തപുരത്ത് CPIM-ൽ വലിയ രീതിയിലുള്ള ഒരു തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് 45 വർഷത്തോളമായി തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കി ഭരിച്ചിരുന്ന LDF-ന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടത് സംഘടനയുടെ വീഴ്ചയാണെന്നാണ് CPM-ന്റെ ചില നേതാക്കന്മാരുടെ ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ആര്യ രാജേന്ദ്രൻ ഈ ഒരു തോൽവിക്ക് ഫാക്ടറി അല്ല എന്നാണ് മറ്റൊരു കണ്ടെത്തൽ. യഥാർത്ഥത്തിൽ ആര്യ രാജേന്ദ്രൻ ഇതിനൊരു ഘടകമായി മാറിയിട്ടില്ലേ? തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDF-ന് തിരിച്ചടി ലഭിക്കാനുള്ള പ്രധാന കാരണമായി ആര്യ തന്നെയായിരുന്നില്ലേ? തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആര്യ രാജേന്ദ്രൻ ഫാക്ടർ ആയിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ചെറിയ പ്രായത്തിൽ തന്നെ ആര്യ രാജേന്ദ്രനെ മേയറാക്കുന്നു. അതിനുശേഷം കൊച്ചു പിള്ളാരെ പോലെ ബാലിശമായിട്ടുള്ള ആര്യ രാജേന്ദ്രന്റെ സ്വഭാവ സവിശേഷത തൊട്ട് പിന്നീട് ആര്യ രാജേന്ദ്രൻ ഒരുപാട് ട്രോളുകൾ ഏറ്റുവാങ്ങിയിട്ട് വന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു ബസ്സിൽ ഡ്രൈവറെ തടഞ്ഞു നിർത്തുന്നതും ബസ്സിന്റെ CCTV വിഷ്വൽസിന്റെ മെമ്മറി കാർഡ് അത് നശിപ്പിച്ചു കളയുന്നു. അത്തരത്തിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൂടാതെ വലിയ രീതിയിലുള്ള ഡസ്റ്റ്ബിന്നുമായിട്ടുള്ള അഴിമതി, ചുടുകട്ടയുമായിട്ട് പൊങ്കാല നടത്താൻ വേണ്ടിയിട്ട് ചുടുകട്ട എടുക്കാൻ പോയിട്ടുള്ള ആളുകൾക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാത്ത പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് പൈസ എഴുതി വാങ്ങിച്ചു എന്നുള്ള വലിയ രീതിയിലുള്ള വിവാദങ്ങൾ. അവസാനത്തെ ഏറ്റവും വലിയ വിവാദം എന്ന് പറയുന്നത്, അതായത് അവസാനത്തെ ഉദ്ഘാടന ചടങ്ങ് എന്ന് പറയുന്ന ഒരു കുളമായിരുന്നു. ആ കുളം അതേപോലെ കുളമായി പോയി, ഉദ്ഘാടനം അതേപോലെ കുളമായി പോയി എന്നാണ് പിന്നീട് നമുക്ക് അറിയാൻ കഴിഞ്ഞ ഒരു വാർത്ത. ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ ആര്യ രാജേന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇതിൽ കുറെ ആളുകൾ ഉന്നയിക്കുന്ന ചില സംശയമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ വാർഡ് വിഭജനം, ആദ്യ തവണ വാർഡ് വിഭജനം നടത്തിയ സമയത്ത് ആർക്കോ വേണ്ടിയിട്ടാണ് ഈ വാർഡ് വിഭജനം? അത് BJPക്ക് അനുകൂലമായിട്ടാണ് ഈ വാർഡ് വിഭജനം അവിടെ നടത്തിയിട്ടുള്ളത് എന്നൊരു ചില സംശയങ്ങൾ പല ആളുകളും ഉന്നയിക്കാറുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു പാർട്ടികൾ, ഇപ്പോൾ LDF ആണെങ്കിലും UDF ആണെങ്കിലും ജയിച്ചിട്ടുള്ള ഈ ന്യൂനപക്ഷ പ്രദേശങ്ങളുണ്ടല്ലോ, പൂന്തറയാണെങ്കിലും അതേപോലുള്ള ഒരുപാട് പ്രദേശങ്ങൾ, ഈ പ്രദേശങ്ങളിലെല്ലാം വേണ്ടുന്ന വോട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ BJP ജയിച്ചിട്ടുള്ള കൂടുതൽ വാർഡുകളിൽ ഇപ്പോൾ 6000-7000 വോട്ടുകളാണ് വേണ്ടതെങ്കിൽ മറ്റേടത്ത് വേണ്ടത് 15000-16000 വോട്ടുകൾ വേണ്ടുന്ന ഒരു സാഹചര്യം, 12000 വോട്ടുകൾ വേണ്ടുന്ന സാഹചര്യത്തിലേക്ക് ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ പ്രദേശങ്ങൾ പോയി. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ 5000-6000 ആകുന്ന രീതിയിലാണ് വാർഡ് വിഭജനം നടത്തിയതെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പ്രദേശങ്ങളിൽ ഇത്രയും വോട്ടുകൾ വന്നതെന്നും അപ്പോൾ ഇതിനെപ്പറ്റി ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ചില ആളുകൾ ഉന്നയിക്കുന്ന ചില കാര്യം, ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രന്റെ മണ്ഡലമായിട്ടുള്ള കഴക്കൂട്ടം, ആ കഴക്കൂട്ടത്തിൽ മാത്രം 10 മണ്ഡലങ്ങളാണ് BJP അതേപോലെ വിജയിച്ചിട്ടുള്ളത്. അവിടെ BJP ജയിച്ച അവിടെ ആകെ ഉള്ള വോട്ട് എന്ന് പറയുന്നത് 5000-6000 വോട്ടുകളാണ്. അപ്പൊ ഇത്തരത്തിൽ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ വാർഡ് വിഭജനം നടത്തിയത്, ഇതെങ്ങനെയാണ് ഇതിന്റെ അടിസ്ഥാനം എന്നെല്ലാം ചോദിച്ച് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അല്ല, യഥാർത്ഥത്തിൽ CPM-നെ ഈ പറയുന്നത് പോലെ തിരുവനന്തപുരത്ത് സംഭവിച്ചത് അവരുടെ ഓവർ കോൺഫിഡൻസിന്റെ ഫലമല്ലേ? കാരണം അവരിതിന് പ്രതീക്ഷിച്ചിരുന്നു. പലയിടങ്ങളിലുമായി പല നേതാക്കന്മാരും ചില സെറ്റിൽമെന്റുകൾ തിരുവനന്തപുരത്ത് നടത്തിയിട്ടുണ്ട് എന്നുള്ള ആക്ഷേപങ്ങൾ ഒരു പക്ഷത്ത് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ തലസ്ഥാനം പോലെ ഒരു കോർപ്പറേഷൻ ഇത്തരത്തിൽ സെറ്റിൽമെന്റിന് വേണ്ടി കൈവിട്ട് കളയുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ല. അല്ല, അവിടെ BJPക്ക് അപ്പുറത്തേക്ക് CPM പറയുന്ന ഒരു കാര്യമുണ്ട്. CPM രാഷ്ട്രീയപരമായിട്ട് പറയുന്നത് അവിടെ CPM-ന്റെ വോട്ടുകളൊന്നും അധികം ഇല്ലാതായി പോയിട്ടില്ല. CPM-നെ സംബന്ധിച്ചത് ടോട്ടൽ വോട്ടുകൾ എടുക്കുമ്പോൾ, തിരുവനന്തപുരം കോർപ്പറേഷൻ ടോട്ടൽ വോട്ടുകൾ എടുക്കുമ്പോൾ CPM-ന് നല്ല മുന്നേറ്റമുണ്ട് എന്നാണ് CPM പറയുന്നത്. അപ്പൊ അത്തരത്തിലാണ് CPM-ന്റെ ഒരു സ്റ്റാൻഡ് പറയുന്നത്. ഇപ്പോൾ എനിക്കൊന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം CPM-ന്റെ സൈബർ സഖാക്കന്മാരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് CPM-നെ സംബന്ധിച്ച് വോട്ട് ഷെയറിൽ CPM മുന്നിലാണ്. ഇതിൽ CPM ഒരുപാട് സ്വതന്ത്രന്മാരെ മത്സരിപ്പിച്ചിട്ടുണ്ട്. ആ സ്വതന്ത്രന്മാരെ മത്സരിപ്പിച്ചതിന്റെ കണക്കുകളൊന്നും ഈ വോട്ട് ഷെയറിൽ കാണിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും വോട്ട് കുറഞ്ഞിരിക്കുന്നത് എന്നാണ് CPM പറയുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷനുമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിലും വലിയ നാടകീയമായിട്ടുള്ള സംഭവങ്ങളാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ അരങ്ങേറിയിട്ടുള്ളത്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം, ശബരിനാഥൻ ഭരണഘടനയുമായിട്ടാണ് പോയതെങ്കിൽ കുറച്ചുപേര് ഭാരതാംബയുമായിട്ടാണ് പോയത്, കുറച്ചുപേര് അയ്യപ്പനെയും കൃഷ്ണനും ശിവനെയും ഒക്കെ വിളിച്ചുകൊണ്ടാണ് പോയത്. അപ്പോൾ ഒരു അമ്പലവും ഭരണഘടനയും എല്ലാം കൂടെ ചേർത്തൊരു മതനിരപേക്ഷത പരമായിട്ടുള്ള ഒരു നാടകീയ രംഗമായിരുന്നു ഈ ഒരു സത്യപ്രതിജ്ഞ നടത്തിയപ്പോൾ നമ്മൾ കണ്ടത്. പലരും ശബരിനാഥ് മാത്രമല്ല മറ്റു പല കോൺഗ്രസ് നേതാക്കന്മാരും മറ്റു പല കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി വിജയിച്ചു വന്ന കൗൺസിലർമാരും ഇത്തരത്തിൽ ഈ പറയുന്നത് പോലെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചപ്പോൾ മറ്റു പലരും തന്റെ മതം, തന്റെ ജാതി, തന്റെ പാർട്ടിയിൽ ചിലര് രക്തസാക്ഷികളെ ഉയർത്തിപ്പിടിച്ചു, ചിലര് ഭരണഘടന ഉയർത്തിപ്പിടിച്ചു, ചിലര് അയ്യപ്പനെ കാണിച്ചു, ഭഗവതിയെ കാണിച്ചു, ശിവനെ കാണിച്ചു, അങ്ങനെ കൃഷ്ണനെ കാണിച്ചു, ഒരുപാട് ദൈവങ്ങളുമായിട്ടാണ് വന്നത്. അപ്പോ
ഒരുപാട് അത്രയ്ക്ക് നാടകീയപരമായിട്ടുള്ള രംഗങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത കേസുകൾ വീണ്ടും ആളുകൾ കേസ് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, ദൈവങ്ങളെ വിളിച്ചുകൊണ്ടൊന്നും സത്യപ്രതിജ്ഞ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ദൈവങ്ങളുടെ നാമങ്ങൾ പറഞ്ഞുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരുപാട് ആളുകൾ പരാതിയുമായിട്ട് വന്നിട്ടുണ്ട്. എന്താണെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള പുകപടലങ്ങൾ മൂടിയിട്ടില്ല, അത് വീണ്ടും വീണ്ടും പുകഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമ്മൾ നോക്കിയാൽ പലരും ഇത്തരത്തിൽ വിജയിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ആ ഒരു പ്രചാരണമൊക്കെ ഉഴപ്പുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതായത് ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല, എന്തായാലും ഈ വോട്ടൊക്കെ നമുക്ക് തന്നെ ആയിരിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷം ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നില്ല, ഇതൊക്കെ പറഞ്ഞു വരുത്തുന്നതാണ്. ശബരിമല വിഷയം ബാധിച്ചോ എന്ന് ചോദിച്ചാൽ ബാധിച്ചെന്ന് തോന്നുന്നു, അതും ഉറപ്പൊന്നുമില്ല. പക്ഷേ അങ്ങനെയുള്ള ചില ചിന്താഗതികളാണ് യഥാർത്ഥത്തിൽ CPM-നെ പ്രതിരോധത്തിലാക്കിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അതിനപ്പുറം CPM-ന്റെ തന്നെ പല പ്രവർത്തകരും കാലുവാരി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് പ്രചാരണത്തിൽ അഭിനയിക്കുകയും യഥാർത്ഥത്തിൽ പ്രചാരണം ചെയ്തത് മറ്റു മുന്നണികളെ വിജയിപ്പിക്കാൻ വേണ്ടിയാണെന്നാണ് നമുക്ക് ചില മണ്ഡലങ്ങളുടെ കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരർത്ഥത്തിൽ CPM-കാർക്ക് പോലും ഈ ഒരു ഭരണത്തിൽ സംതൃപ്തി അടഞ്ഞു, ഇനി ഭരിക്കണമെന്നില്ല. ചിലര് പറയുന്നത് പോലെ എപ്പോഴും പ്രതിപക്ഷമായി നിൽക്കാൻ CPM-നോളം നല്ലൊരു പാർട്ടി വേറെ ഇല്ല, നല്ലൊരു മുന്നണി വേറെ ഇല്ലെന്ന് പറയുന്നത് പോലെ ഇനി നിങ്ങൾ കുറച്ചുനാൾ പ്രതിപക്ഷത്തിരിക്കൂ, തദ്ദേശത്തിലും അതുപോലെ തന്നെ നിയമസഭയിലും ഒക്കെ കുറച്ച് തോൽവിയൊക്കെ ഏറ്റുവാങ്ങും, എപ്പോഴും ജയിക്കുമ്പോഴുള്ള അഹങ്കാരം ഒന്നും മാറട്ടെ എന്ന് CPM പ്രവർത്തകർ തന്നെ കരുതുന്ന ഒരു രീതിയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്. അല്ല, അത് വലിയൊരു തെറ്റായി പോയി എന്ന് എനിക്ക് ഇടയ്ക്ക് വെച്ച് തോന്നിയായിരുന്നു. കാരണം ഇലക്ഷന്റെ റിസൾട്ട് വന്നതിന് ശേഷം കണ്ണൂർ ഭാഗത്തോട്ടൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പനൂരൊക്കെ ബോംബെറിയുന്നതും വീട്ടിൽ കയറി വടിവാളുമായിട്ട് നിൽക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഒരു തോൽവിയെ ഇത്രത്തോളം ഭയക്കുന്ന ഒരു സംഘടന ഉണ്ടെങ്കിൽ അത് CPM തന്നെയാണ്. ഭയക്കുന്നവർക്ക് എന്തുകൊണ്ട് തോൽവി ഭയന്നുകൂടാ? അതെ, തീർച്ചയായിട്ടും പാർട്ടിയെ ഭയക്കുന്നവർക്ക് തോൽവിയെ ഭയന്നു കഴിഞ്ഞാല് തോൽവി അവരെ ഫ്രസ്ട്രേറ്റഡ് ആക്കി കഴിഞ്ഞു, മൊത്തത്തിൽ നശിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വീട് കയറി വടിവാളുമായിട്ട് പോവുക, ബോംബെറിയുക, സ്ഥാപനങ്ങൾ നശിപ്പിച്ച് കളയുക, വണ്ടികൾ അടിച്ചു പൊട്ടിച്ച് കളയുക, എന്താണ് CPM ചെയ്തതെന്ന് അവർക്ക് പോലും ബോധ്യമില്ലാത്ത രീതിയിലേക്ക് ഇലക്ഷന്റെ തോൽവിയെ ഒരു പിണറായി വിജയന്റെ വാക്ക് നമുക്ക് കടമെടുക്കേണ്ടി വരും. അതായത് VD സതീശൻ വിരളി പൂണ്ട് എന്ന് പറയുന്നിടത്ത് CPM പ്രവർത്തകർ വിരളി പൂണ്ടുകൊണ്ട് ഇത്തരത്തിൽ വിജയിക്കുന്ന UDF വിജയിച്ചതിന് ശേഷം അവർ നടത്തുന്ന ആ ഒരു സന്തോഷ പ്രകടനത്തിലേക്ക് ചെന്ന് അതെല്ലാം നശിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നല്ലത് ദശമൂലം ദാമുവിന്റെ മറ്റേ ഡയലോഗാണ്, ഇങ്ങനെ പേടിക്കല്ലേടാ. അതെ, അത്തരത്തിലാണ് ഇപ്പോ CPM-ന്റെ ഒരു നീക്കം എന്ന് പറയുന്നത്. എന്തുതന്നെയാണെങ്കിലും സംഭവിച്ച പിഴവുകളൊക്കെ കണ്ടെത്തി ഒന്ന് പരിശ്രമിച്ചാൽ ചിലപ്പോൾ ഈ നിയമസഭയിൽ പറ്റുമെന്ന് അറിയില്ല, ചിലപ്പോൾ അടുത്ത തവണയുള്ള തദ്ദേശത്തിലോ നിയമസഭയിലോ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യരുത്. CPM പാർട്ടി എന്ന് പറയുന്നത് ഒരുപാട് ജനങ്ങൾ അവരുടെ ജീവനും സ്വത്തും എല്ലാം കൊടുത്ത് ആ ഒരു പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. CPM-നെ നമ്മളങ്ങനെ അടച്ചാക്ഷേപിക്കേണ്ട അല്ല, അത്തരത്തിൽ പാർട്ടിയെ ഇഷ്ടപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഇടതുപക്ഷത്തിന് ലഭിക്കേണ്ടിരുന്ന പല വോട്ടുകളും വലതിലേക്ക് പോയത്, അതായത് കോൺഗ്രസിലേക്ക് പോയത് അല്ലെങ്കിൽ UDF-ലേക്ക് പോയത് എന്നുള്ളതാണ്. കാരണം യഥാർത്ഥ ആശയങ്ങളൊന്നും തന്നെയല്ല. അതാണ് VD സതീശൻ പറഞ്ഞത്, നമ്മള് നല്ല സഖാക്കന്മാരെ കാണുമ്പോൾ നമ്മളൊന്ന് ചിരിച്ചേക്കണം, കാരണം അവരാണ് നമ്മളെ ജയിപ്പിച്ചു വിട്ടത്, അതുകൊണ്ട് അവരോട് മെക്കിട്ട് കയറാൻ നിൽക്കരുത് എന്ന് VD സതീശൻ പറഞ്ഞതിന്റെ പൊരുൾ അതാണ്.